നെല്ല് എന്ന് പറയുന്നത് ഭയങ്കര സംശുദ്ധമായ ഒരു വസ്തുവാണ്. മാത്രമല്ല അതിന് ജീവനുള്ളതാണ്. നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ആ നെല്ലിനെ നമ്മളിങ്ങനെ കൃത്യമായി പിടിച്ചാൽ ആ നെല്ല് കറങ്ങും. അത്ര ജീവനുണ്ട് നെല്ലിന്. നഗൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ എന്ന ഈ ഡോക്യുമെൻ്ററി രൂപപ്പെടുന്നത് ഒരു ദീർഘകാലമായുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. ഞാൻ മാധ്യമപ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇത്തരം മാറി നടക്കുന്ന മനുഷ്യരെ ശ്രദ്ധിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയാണ് മാനന്തവാടിയിലെ ഒരു കുഗ്രാമത്തിൽ കമ്മന എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള രാമേട്ടൻ അല്ലെങ്കിൽ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ആൾ നമ്മളുടെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ ആ ശ്രദ്ധയിൽ വരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം എന്താണെന്നുണ്ടെങ്കിൽ ഈ നെൽവിത്തുകൾ പരമ്പരാഗതമായ നെൽവിത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിലായിരുന്നു അദ്ദേഹം എൻഗേജ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാവാൻ കാരണം, അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം 1960 മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പായിട്ടുള്ള ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ധാന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ധാന്യങ്ങളുടെ വലിയ തോതിലുള്ള ഉൽപാദന വർധനവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് തുടർന്ന് പക്ഷേ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് 75 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 1980 ആകുമ്പോഴേക്ക് ഈ അമിത ഉൽപാദനം ഉണ്ടായിട്ടുള്ള പാടം മുഴുവനും തരിശായി പോവുകയോ അല്ലെങ്കിൽ ഒരു വിളവില്ലാത്ത രീതി പോവുകയോ ചെയ്തു. ഈവൻ പഞ്ചാബിലും ഹരിയാനയിലാണ് ഏറ്റവും വ്യാപകതോതിൽ അത് നടന്നതെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത്, വയനാട് പോലുള്ള സ്ഥലത്തും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഞാനും എൻ്റെ അച്ഛനൊക്കെ വയനാട്ടിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരൊക്കെ കൃഷിയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം അന്നത്തെ പലതരം വിത്തുകൾ, ഈ വിത്തുകളുടെ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ട്. നമുക്ക് പഴയ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്നു. അതായത് പഴയ ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, മത്സ്യം പിടിക്കുന്ന ഉപകരണങ്ങൾ, പിന്നെ മൃഗങ്ങളെ വേട്ടയാടുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ചാണ് അവർ വരുന്നത്. കൊട്ട, വട്ടി എന്ന് വേണ്ട സർവത്ര സാധനങ്ങളൊക്കെ അന്വേഷിച്ച് വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇതിൻ്റെ കൊടുക്കണം. അപ്പോൾ അവർ പറയാണ് ഇത് നമ്മൾ കാലാകാലമായി നഷ്ടപ്പെട്ടു പോകുക, അതിന് സൂക്ഷിക്കണം, ഇത് ഭാവി തലമുറയ്ക്ക് ഇതിൻ്റെ അറിവ് കൊടുക്കണം, ഇതിൻ്റെ ഉപയോഗം നമ്മളതിനെ അവരെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെയായിരുന്നു അവരുടെ നിന്ന് കിട്ടിയ ഒരു വിശദീകരണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എനിക്കും തോന്നി, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ വിത്തുകളൊക്കെ പോകുന്നുണ്ടല്ലോ, അതിനാരും സംരക്ഷിക്കും? എനിക്ക് വളരെ രസകരമായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിന്നെ ചാമ എന്ന് പറയുന്നൊരു മില്ലറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ സ്മോളാണ്, അതിൻ്റെ വളരെ ചെറുതാണ് അതിൻ്റെ വിത്ത്, അതിൻ്റെ ധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് വാങ്ങാൻ ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആദിവാസി കർഷകൻ്റെ വീട്ടിൽ പോകുന്നു. എനിക്കൊരു 5-6 വയസ്സാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുമ്പം അവിടെ വെച്ചിട്ട് ഈ വിത്ത് നമുക്കൊരു പാത്രം, മറ്റേ സേറ് പോലത്തെ ഒരു സാധനം കൊണ്ട് അളന്ന് നമ്മളുടെ ഒരു സഞ്ചിയിലേക്ക് ഇടുമ്പോൾ 2-3 വിത്ത് താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വിത്ത് അദ്ദേഹം പെറുക്കിയെടുക്കുന്നത് തുപ്പൽ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ചിട്ട് അത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ, കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ടൊരു വിത്തിന് എന്ന് നമുക്ക് ആ ഒരു തിരിച്ചറിയുന്നതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പരമ്പരാഗതമായ വിത്തുകൾ മുഴുവനും ഇല്ലാതാവുന്നത് കണ്ട്, കാരണം ഈ പറയുന്ന ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പഴയ വിത്തുകൾ മുഴുവൻ പോവുകയും അമിത ഉൽപ്പാദനമുള്ള വിത്തുകൾ വരികയും ചെയ്യുന്നത്. ആ ഒരു പീരീഡിലാണ് നമ്മൾ ഇങ്ങനെ അത് രണ്ടും കൂടി ഒന്നിച്ചാണ് വരുന്നത്. ഒന്ന് നഷ്ടപ്പെടുന്നു, മറ്റേത് കൂടുതൽ വ്യാപകമാവുന്നു എന്ന നിലയിലാണ് കാണുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അമ്മാവൻ്റെ 5-6 തരം വിത്തും പിന്നെ ഞാൻ എല്ലാ വർഷവും വിത്തുകൾ ശേഖരിച്ച് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയത്. അപ്പോൾ ഓരോരുത്തരും വിത്ത് കേൾക്കുമ്പോൾ പുച്ഛിക്കുകയാണ് ചെയ്തത്. എന്തിനാ അതൊക്കെ, ഡബിള് വിളവുണ്ടാവുന്ന നെല്ലുകളുണ്ടല്ലോ എന്നാണ് ആളുകൾ എന്നെ പുച്ഛിച്ചത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളത് ചെയ്തോളൂ, എനിക്ക് വിരോധമില്ല. അദ്ദേഹത്തിനോട് തൃപ്തിപ്പെടുത്തി ഞാൻ വിത്ത് എടുത്തും പോരും. അങ്ങനെയാണ് ഞാൻ ഈ വിത്തുകളൊക്കെ ഏകദേശം 60-63 ഇനം വിത്തുകളോളം ഞാൻ ശേഖരിച്ചു. നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള എനിക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ ശ്രദ്ധയിൽ വരികയും അപ്പം ഈ പറയുന്ന പരമ്പരാഗതമായ വിത്തുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരികയൊക്കെ ആ ഘട്ടത്തിലാണ്. കൂടാതെ ഈ പറയുന്ന ഹരിത വിപ്ലവത്തിൻ്റെ മുഖ്യ ചാലകനായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആചാര്യനെ അല്ലെങ്കിൽ പിതാവെന്നൊക്കെ അവകാശപ്പെടുന്ന സ്വാമിനാഥൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലും, സ്വാമിനാഥൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലും വലിയ സംശയം ജനിപ്പിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നത് പല രീതിയിൽ. ക്ലോഡ് അൽവാരിസിനെ പോലെയുള്ള വലിയ പ്രതിരോധ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ സമ്മേളനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത വിത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് കവർ ചെയ്യപ്പെട്ടു എന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പം എന്തൊക്കെ പറയുമ്പോഴും നമുക്ക് പിന്നീട് അതിൽ മനസ്സിലാവുന്ന എന്താണെന്നെങ്കിൽ നമ്മൾ പിന്നെ ഈ പറയുന്ന കാർഷിക രംഗത്തെ വിപ്ലവകരമായ ആ മാറ്റം പട്ടിണി മാറ്റാൻ ഉപകരിച്ചു എന്ന് പറയുമ്പോഴും അതിനേക്കാൾ വലിയ രീതിയിൽ നമ്മുടെ മണ്ണ് മുഴുവൻ ഇല്ലാതായി പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. ഈ പരമ്പരാഗതമായ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദനമില്ലാന്ന ആളുകളെല്ലാം തിരിച്ചറിയുക, ആളുകൾ അതും ഒരു മുഖ്യ മുദ്രാവാക്യമായി അല്ലെങ്കിൽ മുഖ്യമായ ഒരു അറിവായി കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ കൃഷിഭവൻ പോലുള്ള ഇത് ഈ പറയുന്ന സംവിധാനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയാം, നമുക്ക് എൻ്റെ ഒരു ഇതിലറിയാം, ഈ വിത്തുകൾ പോവുകയും വിത്തുകളുടെ അവകാശികൾ അല്ല വിത്തുകൾ ഈ പറയുന്ന പിന്നെ കർഷകരുടെ കൃഷിഭവനുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു സിസ്റ്റം വരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക നമുക്ക് മനസ്സിലാവുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. കർഷകരെടുത്ത് വിത്തില്ല, ഓരോ വിളവിനും ആവശ്യമുള്ള വിത്തുകൾ പിന്നെ ഈ കടകളിൽ നിന്നോ അല്ലെങ്കിൽ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ പിന്നെ വിതരണം ചെയ്യുന്ന ഈ പറയുന്ന കടകളിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്താണ് രാമേട്ടൻ എന്ന് പറയുന്ന ഒരാൾ, ഈ പറയുന്ന കുറിച്ചി വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം, അവർ നെല്ലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏർപ്പെടുന്ന ഒരാൾ അവർ ഈ സാധനത്തിൻ്റെ റിയലൈസ് ചെയ്യുകയും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല ആ കാലത്ത് അദ്ദേഹം ഒരു ഭ്രാന്താണെന്നാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഭയങ്കര ഭ്രാന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ. പക്ഷെ അദ്ദേഹം എന്നിട്ടും അതിൽ നിന്നും പിന്നോട്ട് പോയില്ല. അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കിയോ, അങ്ങനെ ഈ അദ്ദേഹത്തിനെ പിന്തുടരുന്നുണ്ട്, കുറേ കാലങ്ങളോളം പിന്തുടരുന്നു. അങ്ങനെ 2018 ആകുമ്പോഴേക്ക് പിന്നെ ആണ് ഇത് ഒന്നുകൂടി വളരെ സീരിയസ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ ഡോക്യുമെൻ്ററിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അപ്പോൾ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഒരിക്കലും ഇതൊരു പിന്നെ റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്യണമെന്നാണ് തീരുമാനിച്ചത്. കാരണം ഒരിക്കലും പിന്നെ ഒരു കാലത്തിൻ്റെയൊക്കെ അടയാളപ്പെടുത്താൻ ആ ഒരു കാലം തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് 5 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി പൂർത്തിയാവുന്നത്. ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ ഒരു സിനിമയാക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷെ അത് വന്നപ്പോഴതിന് വേറൊരു സിനിമ രൂപത്തിലേക്ക് അത് അത്രത്തോളം കനപ്പെട്ടൊരു സംഭവമായിട്ട് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതൊരു സിനിമയായിട്ട് രൂപപ്പെടുന്നത്. ചെന്താടി, മുണ്ടകൻ, വെളിയൻ, ചെമ്പകം ഇങ്ങനെയുള്ള നെല്ല് 6 മാസങ്ങളാകും. തൊണ്ടി, ചന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ചെന്നൽ തൊണ്ടി, പാൽ വെളിയൻ, അടുക്കൻ, കോതാണ്ടൻ, കുറുമ്പാളി, അതുപോലെ തന്നെ കൊടുവെളിയൻ, ഇങ്ങനെയുള്ളതൊക്കെ 5 മാസമുള്ളതാണ്. ജന്തകശാല, ജീരശാല, മുള്ളൻകൈമ, ഇതൊക്കെ ഉരുണിക്കൈമ, ഇതൊക്കെ 5 മാസം. 4 മാസം കല്ലടിയാരൻ, ഒക്കൻ പുഞ്ച, പാൽത്തൊണ്ടി 2 ഉണ്ട്, വെള്ളിയുണ്ട്, മട്ടയുണ്ട്. കല്ലടിയാരൻ ഇത് 4 മാസമുള്ളതാണ്. പിന്നെ 3 മാസമുള്ള 90 പുഞ്ച, ചെറുപുഞ്ച, ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഒരു ഞവറിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പണ്ട് കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ധാന്യങ്ങളും എല്ലാം വിശപ്പടക്കം മാത്രമുള്ള ഔഷധം കൂടിയാണ്. അങ്ങനെ 2023 ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ നമുക്ക് അതിലുള്ളൊരു കാര്യം, ആ സമയമാകുമ്പോഴേക്ക് പലതരത്തിലുള്ള സാമൂഹികപരമായ മാറ്റങ്ങൾ നമ്മൾ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്ന്, ലോകത്ത് മുഴുവനും ഈ വിത്ത് എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രാധാന്യം കൂടുതൽ ബോധ്യപ്പെടുന്നുണ്ട്. കർഷകരുടെ കയ്യിൽ നിന്ന് ഈ വിത്തിന്റെ അവകാശം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള അനേക ഇനം നാടൻ ഈ പശുക്കളുടെ വിഭാഗങ്ങളുണ്ട്, അത് മുഴുവൻ ഇല്ലാതായി. നമ്മളെ കണ്ണിൻ്റെ മുന്നിലൂടെയാണ് ഇത് നഷ്ടപ്പെട്ടു പോയത്. ഈ രൂപത്തിൽ തന്നെ വിത്തുകളും നെൽവിത്തുകൾ, പരമ്പരാഗതമായ വിത്തുകൾ, അതായത് പ്രകൃതിയുടെ പിന്നെ ശേഷി ഉണ്ടായിരുന്ന, പ്രകൃതിയുടെ ഒരു അതിജീവന ശേഷി ഉണ്ടായിരുന്ന, പ്രതിരോധ ശേഷി ഉണ്ടായിരുന്ന ഈ വിത്തുകളാണ് ഇല്ലാണ്ടായിപ്പോയത്. ഈ വിത്തുകൾ ഇല്ലാതായി പോകുന്നതിൻ്റെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അതുകൂടാതെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രകൃതിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുക എന്നാണ്. അപ്പം രാമേട്ടനെ പോലെയുള്ള ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കർഷകൻ്റെ ഒരു വലിയ പ്രകൃതിയെക്കുറിച്ചുള്ള വലിയ പാഠങ്ങളുണ്ട്, അറിവുണ്ട്. അതായത് ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ഈ വിത്തുകളിലൂടെയാണ്. ഈ വിത്ത് പ്രകൃതിയുടെ ഭാഗമാണ്. ഈ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് പ്രകൃതിയുടെ ദൗത്യമാണത്. പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യൻ അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ വിശാലമായ ഒരു ബോധം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അപ്പം അതും കൂടി ആയപ്പോഴാണ് നമുക്ക് ഇതൊരു സിനിമയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം എന്ന് തോന്നുകയും അങ്ങനെ ഇത് പിന്നെ ഒരു സിനിമയായി മാറുകയും ചെയ്യുന്നത്. ആറുതരം മഴയുണ്ട് വൈകുന്നേരം. പുതുമഴ, കുംഭമഴ, അത് കഴിഞ്ഞാലോ വിഷുമഴ, അത് കഴിഞ്ഞാൽ പിന്നെയോ ഇടവപ്പാതി, പിന്നെയോ മിഥുനം കർക്കിടക മാസത്തിൽ മൺസൂൺ കാലഘട്ടം, അത് കഴിഞ്ഞ ചിങ്ങത്തിലൊരു മഴ, ചിങ്ങത്തിൽ ചിനിയനുക്ക മഴ, അത് കഴിഞ്ഞ കന്നി തുലാമാസം തുലാവർഷം. ഇതൊക്കെ കാലാകാലമായിട്ട് സമയാസമയങ്ങളിൽ
പ്രകൃതിയുടെ രൂപങ്ങളാണ് അത് പ്രകൃതി, അല്ലെങ്കിൽ പ്രകൃതിയുടെ വികാരങ്ങൾ. കാറ്റ്, മഴ, ഇടി, മിന്നല്, മഞ്ഞ്, ഇതൊക്കെ, തണുപ്പ്, കോട, ഇതൊക്കെ ഉണ്ടാവണം. ഇതൊന്നും ഇപ്പൊ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘമായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മഴക്കാലത്ത് ഇപ്പോൾ മഴയെക്കുറിച്ച്, ഇപ്പോൾ ജീവനെക്കുറിച്ചുള്ള അദ്ദേഹം പറയുന്നത് നമുക്ക് പഴയതും പലതും നമുക്ക് പുതിയ അറിവുകളായിരുന്നു. ഇപ്പം നമുക്കറിയാം ഒരു വിത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു 10-12 മാസമാണ് നെല്ലിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോയി. ജീവനാണല്ലോ മുളയായിട്ട് വരുന്നത്. അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ജീവനെ നമ്മളിങ്ങനെ പുനർസൃഷ്ടിക്കാൻ, അതിനെ വീണ്ടും നമ്മൾ, അതാണ് കർഷകൻ്റെ യഥാർത്ഥത്തിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. കൃഷിക്കാരൻ അതാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വിത്തുകളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിത്തുകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ 63ഓളം ഇനം നെൽവിത്തിനങ്ങളുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഈ പറയുന്ന ഒരു 5-10 സെൻറ്റ് സ്ഥലത്ത് ഈ നെല്ല് ഈ പറയുന്ന മുറ തെറ്റാതെ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തുന്നതാണ്. ഈ ജീവൻ ഉൾക്കൊള്ളുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യനിൽ ജീവൻ ഉണ്ടാകുന്നു, മൃഗങ്ങളിൽ ജീവൻ ഉണ്ടാകുന്നു, പക്ഷികളിൽ ജീവൻ ഉണ്ടാകുന്നു, പുല്ലുകൾക്ക് ജീവൻ ഉണ്ടാകുന്നു എന്ന് ആ ഒക്കെ വിശാലമായ ഒരു പരിസ്ഥിതി ചിന്തയാണ് ഈ രാമേട്ടനൊക്കെ പങ്കുവെച്ചത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്കും നമ്മളുടെ ചുറ്റുപാടുമുള്ള ഈ പറയുന്ന ഡെവലപ്മെൻറ്റിനോടുള്ള നമ്മളുടെ കോൺസെപ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്കും നമ്മളും അതിൻ്റെ പിന്നാലെ തന്നെ സഞ്ചരിക്കണം എന്നുള്ളൊരു ബോധവും കൂടി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ രാമേട്ടൻ്റെ എന്നെക്കുറിച്ചുള്ള സിനിമ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പുതിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉച്ചാല് പിറ്റെന്നാണ് ഞങ്ങൾ വിത്തിടുക. അന്ന് മുതൽ അത് വിളവെടുത്ത് പത്താഴത്തിലാക്കുന്നത് വരെ ഒട്ടനവധി കർമ്മങ്ങൾ വരുന്നുണ്ട്. അതിന് വിളനാട്ടിയെടുക്കുന്നുണ്ട്, പിന്നെ കൊയ്തുകൂട്ടലെടുക്കുന്നുണ്ട്, ശമ്പളൂട്ടെന്ന് പറയുന്നുണ്ട്, പുത്തരി ഉത്സവം നടത്തുന്നുണ്ട്, മകനാളിൽ കന്നി മാസം മകനാളിൽ പിന്നെ ഞങ്ങൾ പൂജകർമ്മം നടത്തുന്നുണ്ട്. തുലാമാസം 10-ാം തീയതി പുത്തരി ഉത്സവം നടത്തുന്നുണ്ട്, പുത്തരി കോള് നടത്തും. ഇതൊക്കെ നെല്ലുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല നെല്ല് തൊടണമെങ്കിൽ കുളിച്ച് വ്രതമെടുത്തുകൊണ്ട് നെല്ല് തൊടാൻ പാടുള്ളൂ. അത്ര കൃത്യതയോടാണ് നെല്ല്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പം പിന്നെ ആണ് നമ്മൾ ഈ സിനിമ പൂർത്തിയാക്കിയിട്ട് 2023 ഇത് സെൻസർ ചെയ്യുകയാണ്. സെൻസർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താണെങ്കിൽ, അത് അന്ന് സെൻസർ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നുണ്ടെങ്കിൽ അന്നത്തെ സ്റ്റേറ്റ് ടെലിവിഷൻ മറ്റേ ഈ പറഞ്ഞ അവാർഡിന് സമർപ്പിക്കാനുള്ളത്. പക്ഷേ എന്തോ കാരണവശാൽ അതിന് അവരത് പരിഗണിച്ചില്ല. ഞാൻ വിചാരിക്കുന്ന ആ സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സാധാരണ നിലയിൽ അവാർഡ് എന്ന് പറയുന്നത് ഏത് പുരസ്കാരവും അത് നൽകുന്ന ആളുകളുടെ ഇത് തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഏത് രാജഭരണകാലത്തും ഇക്കാലത്തും ജനാധിപത്യം ഈ കാലത്തും ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലതൊക്കെ തള്ളിക്കളയാൻ പറ്റാത്ത രൂപത്തിലുണ്ടാവാം. അപ്പം എനിക്ക് തോന്നുന്നു അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ചെറുവയൽ രാമേട്ടന് 2023 പത്മശ്രീ കിട്ടുന്നുണ്ട്. പത്മശ്രീ എന്ന് പറയുന്ന പുരസ്കാരം, രാജ്യം നൽകുന്ന പുരസ്കാരം പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ രാമേട്ടൻ എന്ന് പറയുന്ന ഈ മനുഷ്യനല്ലേ ആ പറയുന്നൊരു ട്രഡീഷണൽ കർഷകന് കിട്ടിയ അവാർഡ് അല്ലെങ്കിൽ ഈ പുരസ്കാരം കൊണ്ട് ആ പുരസ്കാരം പോലും ബഹുമാനിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല രാമേട്ടനെ പോലുള്ള ഒരാൾക്ക് ആ പുരസ്കാരം എപ്പോഴെങ്കിലും അതൊരു വിമർശനത്തിന് വിധേയമായിട്ടുള്ളത്. അത് വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് അതിന് കിട്ടിയിട്ടുള്ളത്, അതിന് കണ്ടിട്ടുള്ളത്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള, അതായത് എവിടെയും പ്രസക്തമാകുന്ന, ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രസക്തമാകുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ സബ്ജക്റ്റിന് ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ജൂറി ഒട്ടും തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അത് ജൂറിയുടേതായിരിക്കാം, മറ്റൊന്നും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നൊരവസ്ഥയിൽ എന്നുണ്ടെങ്കിൽ ആ അവാർഡിന് പ്രതികരിക്കാത്തത് മാത്രമല്ല, അടുത്ത് വരുന്ന പിന്നെ ഫിലിം ഫെസ്റ്റിവൽ മറ്റേ പിന്നെ ഇപ്പോൾ ഈ IDSFK ഉണ്ട്, ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ലിസ്റ്റ് ചെയ്യാൻ പോലും അത് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഒന്ന് കാണാൻ പോലും തയ്യാറായില്ലെന്ന് ഞാൻ കരുതുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഒരു 500-600 വർഷം പഴക്കമുള്ള വിത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം അതെന്താ അത്ര രാമേട്ടൻ കൃത്യമായി പറയുന്നതെന്ന് വെച്ചാൽ ഇത് കൈമാറി വന്നതാണല്ലോ. അപ്പോൾ കൈമാറി വരുമ്പോൾ തീർച്ചയായും ഇത്ര വർഷം പഴക്കം കാണും ഇതിന്. അങ്ങനെയാണെങ്കിൽ തൊണ്ടി എന്ന് പറയുന്ന നെല്ല് ഇപ്പോഴും തൊണ്ടിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. വെളിയെന്ന് പറയുന്നത് ഇപ്പോഴും വെളിയനായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. മുള്ളൻ കൈമ എന്ന് പറയുന്ന നെല്ല് ഇപ്പോഴും അത് തന്നെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഗന്ധകശാല അത് തന്നെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ജീരകശാല അത് തന്നെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പരാഗണം നടന്നിട്ട് എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നവരുടെ എന്ന് വെച്ചാൽ ഇത് പ്രകൃതിയാണ്, നമ്മളല്ല ഇതിൻ്റെ ആൾ. അതേസമയത്ത് ഹൈബ്രിഡ് വിത്തുകൾക്ക് സംഭവിക്കാം. കാരണം ഇതിന് തന്തയുണ്ട്, തള്ളയുണ്ട്. ഇതിന്
ഇതിന് ഉത്തരവാദിത്വമുണ്ട്, മറ്റതിന് ഉത്തരവാദിത്വമില്ല. അത് നമ്മൾ നിർമ്മിച്ച വിത്താണ്, ഇത് പ്രകൃതിയുടെ നിർമ്മിച്ച വിത്താണ്. അത് മനസ്സിലാക്കുന്ന ഒന്ന്, ഡോക്യുമെൻ്ററികൾ എന്ന് പറയുന്നത് സിനിമയിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഭാഗമാണ് ഡോക്യുമെൻ്ററി എന്ന്. ലോകത്തിൽ എല്ലായിടത്തും ഇപ്പോൾ അതൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഫിക്ഷൻ മാത്രമല്ല, മനുഷ്യരുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്ററിയിലൂടെ കാണിക്കുന്നത്. ഡോക്യുമെൻ്ററിക്ക് കളവ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഫിക്ഷന് നമുക്ക് എന്തും പറയാം. നമുക്കിപ്പോൾ തന്നെ അറിയാം, കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള വിമർശനം പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഒരു ഡോക്യുമെൻ്ററിക്ക് ഒരിക്കലും ഒരു കളവ് പറയാൻ പറ്റില്ല. കാരണം അത് അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ പുരോഗമനപരമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കേരളം പോലുള്ളൊരു സമൂഹം പോലും തയ്യാറാവുന്നില്ല. ഒരു സാധ്യതയില്ല ഇപ്പോഴും ഡോക്യുമെൻ്ററികൾക്ക് കേരളത്തിൽ നിലനിൽക്കാൻ. എത്ര മനോഹരമായിട്ടുള്ള, ഇപ്പോൾ എത്ര നന്നായി ചെയ്യുന്ന ഡോക്യുമെൻ്ററികൾക്ക് പോലും അതേ ഗതി തന്നെയാണുള്ളത്. പിന്നെ ആകെ കൂടി ഉണ്ടാകുന്നത് രാഷ്ട്രീയമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഡോക്യുമെൻ്ററികൾക്ക് ചിലപ്പോൾ ആ രൂപത്തിൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്താൻ കഴിയും. അതല്ലെങ്കിൽ അതുപോലുമില്ല. കാരണം നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററുകളുണ്ട്, ചലച്ചിത്ര അക്കാദമിക്ക് അതിൻ്റെ സംവിധാനമുണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ്. രാജ്യത്ത് മുഴുവൻ അത് ഉണ്ടാവേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം സിനിമ എന്ന് പറയുന്ന ആ മേഖലയിലെ ഏറ്റവും ഗൗരവപൂർവമായ സീരിയസ് ആയ ഒരു ഇടപെടലാണ് ഡോക്യുമെൻ്ററികൾ എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ അതുപോലും യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. അപ്പം ഇപ്പോൾ പറയുന്ന ഈ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ചെറുവയൽ രാമന് പത്മശ്രീ കിട്ടിയതുപോലെ തന്നെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഡോക്യുമെൻ്ററിയുടെ ഗുണം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ഉന്നയിച്ച ആ സബ്ജക്റ്റിൻ്റെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ സിനിമയുടെ ഈ പറയുന്ന പുരസ്കാരം എന്ന് പറയുന്നത്, ഈ അംഗീകാരം എന്ന് പറയുന്നത് പിന്നെ അതിനും കൂടി അർഹമാണ്, അതിനും കൂടിയാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും, ഞാൻ ഈ പറയുന്ന 2023 ഇത് പൂർത്തിയാക്കി ഞാൻ ഈ അവാർഡ് കമ്മിറ്റികൾക്ക് മുന്നിലൊക്കെ സമർപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാനിത് പത്മശ്രീ ചെറുവയൽ രാമൻ്റെ കഥ എന്ന് ഒരിക്കലും ഞാനത് പറയാൻ തയ്യാറായില്ല. കാരണം എൻ്റെ മനസ്സിലുള്ളത് ഒരു കർഷകൻ്റെ ജീവിത കഥയാണ്. അവിടെ പുരസ്കാരം എന്ന് പറയുന്നത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. അതിനേക്കാൾ പ്രാധാന്യം അതൊന്നും ഒരു വിശേഷണവും ഇല്ലാതെ, ഒരു ബഹുമതികളും ഇല്ലാതെ തന്നെ വളരെ റിയലായിട്ടുള്ള ഒരു കർഷകൻ്റെ കഥയാണ് രാമേട്ടൻ്റെതുള്ളത്. അത് മാതൃകാപരമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. പലതും നമുക്ക് ഈ രംഗത്തുണ്ടാകുന്ന പല മാറ്റങ്ങളെയും പല മാതൃകകളും റിപ്ലിക്കബിൾ അല്ല നമുക്ക്. പക്ഷേ ഇത് മനുഷ്യന് സാധ്യമാണ്, നമ്മൾ അല്പം ഒന്ന് ശ്രമിച്ചാൽ സാധ്യമാണെന്നുള്ള നിലയിൽ ഇതിനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ആ പത്മശ്രീ എന്ന് പറയുന്ന ആ ഒരു പദവി പോലും നമ്മൾ ഈ സിനിമയുടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചില്ല. അത് ഇത്തവണത്തെ ജൂറി വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. ജൂറി പറഞ്ഞത് ഒരു വയനാട്ടിലെ ഒരു ആദിവാസിയായിട്ടുള്ള ഒരു പരമ്പരാഗത കർഷകൻ്റെ ജീവിതത്തെ പിന്തുടർന്ന് ഈ സിനിമ നിർമ്മിച്ചു എന്നുള്ളൊരു പ്രാധാന്യം അതുണ്ടെന്നാണ് ഇതിന് പറഞ്ഞത്. അത് എൻ്റെ അപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു വിലയിരുത്തൽ തന്നെയാണ് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിവിടെ മാത്രമല്ല, ഈ വിത്തുകൾ വിതരണം കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. 1 കിലോ വിത്ത് കൊടുത്താൽ ആ 1 കിലോ വിത്ത് എനിക്ക് തിരിച്ചു തരിക, അതിന് പൈസ ഒന്നുമില്ല. വിത്ത് വിൽക്കാനുള്ളതല്ല, വിത്ത് കൈമാറാനുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാനം. അത് ഞങ്ങളുടെ പഴമിൽ അത് തന്നെയാണ് പറഞ്ഞത്. വിത്ത് ഒരിക്കലും വിൽക്കരുത്, വിത്ത് കൊടുക്കുക, എന്നിട്ട് അവനെ പറ്റുമെങ്കിൽ ആ വിത്ത് തിരിച്ച് നമ്മൾ ഏൽപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ 10-60 തരം വിത്തുകളോളം കൈവാര്യം കൃഷി ചെയ്ത് നിലനിർത്തുകയാണ്. 1 സെൻറ്റ് ഭൂമിയിൽ 1 സെൻറ്റിലാണ് ഓരോ വിത്തുകളും നിലനിർത്തുന്നത്. ഇപ്പോൾ 22 വർഷമായി ഞാൻ ഈ വിത്തുകൾ സംരക്ഷിക്കാൻ. 22 വർഷം. പിന്നെ ചെന്നലിനൊരു കഥയുണ്ട്, വെളിയനൊരു കഥയുണ്ട്, എല്ലാത്തിനും ഓരോ കഥകളുണ്ട്. ഓരോ രുചി വ്യത്യാസവും അതുമുണ്ട്. മണ്ണറിഞ്ഞ് വിത്തിടുക എന്നാണ് പഴമക്കാർ പറഞ്ഞത്. ആ മണ്ണറിഞ്ഞാണ് വിത്തും ഇപ്പോഴും ഞാൻ ഇട്ട് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും.